കത്തിക്കുന്ന അവിടത്തെ എനിക്കൊരു വലിയ ഫീലിംഗ് കിട്ടി. അവിടെ മറ്റേ ഈ ആഷസ് ഒക്കെ തെറിക്കത്തില്ലേ, ആഷസ് പറന്ന് നമ്മുടെ മേലെ വന്ന് വീഴുമ്പം ആരുടെയോ ബോഡിയത്തെ ഒരു കഷ്ണമാണ് എന്നുള്ളൊരു ഫീല്, ഏതോ ഒരു മനുഷ്യന്റെ ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു സാധനം. മനസ്സിലായി. ഇവിടത്തെ പുകയിലൊക്കെ അതുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ. അതെ അതെ, പൊടി പലരുടെയും പല വർഷങ്ങളിലെ അത് ഫുള്ള് ഇവിടെ എല്ലാം ആ പൊടിയായിരിക്കും അങ്ങനെയാണെങ്കിൽ കൂടുതലും. എത്രയോ മനുഷ്യന്മാരുടെ സെൽസ് നമ്മുടെ മേലെ വീണുണ്ടാവും അല്ലേ, സെൽസ് കത്തിക്കരിഞ്ഞ സെൽസ്. കാർബണാ വീഴുന്നത് എനിക്കറിയില്ല. കോമഡി പറയാം. രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് ചോറും ഇന്നലത്തെ ഉണ്ടാക്കിയ ചോറ് മിച്ചമുണ്ടായിരുന്നു. ഇതാ കഴിച്ചിട്ട് പോയി, ഇത് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ലോ. അതെ, എണ്ണയൊക്കെ ചൂടാക്കുക. വീണ്ടും ഉരുളക്കിഴങ്ങ് ഫ്രൈഡ് റൈസാണിന്ന്. വെള്ളം നിറയ്ക്കായിരുന്നേ. വെള്ളമാണെങ്കിൽ ഇവിടെ നിർത്തോണ്ട് പോയാലോ, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണ്ട. അയ്യോ, നമ്മളിനി ഇവിടുന്ന് ഇറങ്ങി ഡാർജിലിങ്ങിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പോയി നോക്കാം എങ്ങനെയാണ് അതിൻ്റെ അടുത്ത പരിപാടി. തണുപ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നോക്കട്ടെ, ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റത്തില്ലോ. അപ്പോൾ വാരണാസിയോട് വിടാം. സമോസ ഞാൻ അതിലൊക്കെയാണ് കൊണ്ട് ജാരി വെച്ചേക്കുന്നത്. അതെല്ലാം കൊണ്ട് മറിഞ്ഞ് താഴെ വീഴുമോ? നിന്റെ ഭായി നൈസാണ് കനമാണ്. പേപ്പറിന് വെച്ച് कितना हो गया अभी? 1000 रुपये. गाड़ी ने पीछे पुलिस को पुलिस आगे जाएंगे पान का दुकान. हाँ, वहाँ पर जाएंगे, बोलने में बजा देगा. छुट्टा देगा. नो ആ പാൻ്റെ കടയിൽ എന്നാടാ എൻ്റെ ഒന്നുമില്ല തരാൻ. എൻ്റെ ഒന്നുമില്ല മാക്രി. പോലുമില്ല. നമ്മൾ ഇവിടുന്ന് വിടുവാണ്. 500 രൂപയുടെ ചില്ലറയില്ല, കട്ട പോസ്റ്റ്, ഹെവി പോസ്റ്റ്. അവരോട് ഞങ്ങൾ ചോദിച്ചോ ചില്ലറ ഉണ്ടോന്നേ, പക്ഷെ സമ്മതിച്ചില്ല. നീ കഴിച്ചോ, കഴിച്ച് കഴിയുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. क्या नाम है आपका? राजेश. अच्छा. मेरा नाम सजित है, ये सोनू. हम लोग केरला सुना है ना आप? हाँ, सुना तो है. कभी गया? बम्बई के आगे है ना? हाँ हाँ, बम्बई कर्नाटक लास्ट में, सबसे नीचे इंडिया के. वहाँ लोहे का फैक्ट्री है ना? लोहा का नहीं, हमारे उधर से आता है नारियल. अच्छा. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ് മക്കളെ, ഇറങ്ങുവാണ്. വാരണാസിയിൽ നിന്ന് നമ്മൾ പോവാ കേട്ടോ. വാരണാസി എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്, ഒരു രക്ഷയില്ല. പക്ഷെ അഗോരീസിനെ ഒന്നും ഒത്തിരി എനിക്ക് അങ്ങോട്ട് കാണാൻ, ആ റേഞ്ചിലൊന്നും അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. എൻ്റെ രീതിക്ക് ഞാൻ ഇറങ്ങി, നൈസായിരുന്നു. ഓഹോ, ഇന്നാട്ടോ ഞാൻ ശരിക്കും ആ 10 മിനിറ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത്. അതുവരെ വലിയ വലിച്ചു നീട്ടലായിരുന്നോ. പെട്ടെന്ന് പോകണ്ട, പതുക്കെ പോയാൽ മതി. ഞാൻ എൻ്റെ അടുത്ത് എത്തിക്കാൻ നോക്കിയാൽ നടന്നില്ല.
ഡാർജിലിംഗ് നോക്കട്ടെ, നമ്മൾ ഡാർജിലിങ്ങിന് അങ്ങോട്ട് പോവാണ്. തണുപ്പിൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല, വണ്ടിക്ക് എന്നാ പറ്റുമെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ചിലപ്പോൾ പണി കിട്ടും, കാരണം എനിക്കറിയത്തില്ല. കാർബേറ്റർ വണ്ടിയല്ലേ, എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ കുടുങ്ങി. കാരണം എൻ്റെ ഫണ്ടിങ് സീൻ നമ്മൾ എക്കണോമിക് ട്രാവലറല്ലേ, കാശ് വലുതായിട്ട് ചിലവാക്കാതെ എടുത്തിട്ട് മറിക്കാനൊന്നും കയ്യിലില്ല. അയ്യോ കൊല്ലല്ലേ ഭയ്യ ഭയ്യ അരെ ഭയ്യ. अरे ओ बाबूजी, किस्मत की हवा कभी नरम कभी गरम, कभी नरम नरम कभी गरम गरम, कभी नरम गरम नरम गरम. ओ बेटा जी. ബോംബെ കൂടെ കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് നമ്മളല്ലേ. ഇപ്പോൾ ഇവിടുന്ന് ഇനി ബീഹാർ എനിക്ക് തോന്നുന്നു ഇച്ചിരി കുറച്ചുകൂടെ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. നമ്മളെ 13ാമത്തെ സ്റ്റേറ്റിലോട്ട് കയറാൻ പോവുകയാണെ. 13ാമത് തോന്നുന്നല്ലോ, 13ാമത്തെ സ്റ്റേറ്റ് ബീഹാർ. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് വലുതായിട്ട് കറങ്ങുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കയറി ഇറങ്ങി നമ്മൾ അസാമിലോട്ട് പോവുക. ഡാർജിലിംഗ് ഭാഗത്തോട്ടാണ് പോകുന്നത്. അവിടെ എന്നാ ഉള്ളത് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. അവിടെ റോത്താങ് പാസ് ഒക്കെ അവിടെ ആണെന്നായിരിക്കും. അവിടെ റോത്താങ് പാസ് ആണ് അവിടെ അല്ലേ, നാജുലി പാസോ അങ്ങനെ 2-3 പാസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം അവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലേ, അത് നമ്മുടെ എങ്ങനെ അതിൻ്റെ അവസ്ഥ എന്ന് അറിയത്തില്ല. മുന്നോട്ട് കുറച്ച് പോയി നോക്കാം, അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് സെറ്റ് ആവുമായിരിക്കും. അപ്പോൾ ശരി, എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഫണ്ട് തന്ന് സഹായിക്കാൻ താല്പര്യപ്പെട്ടെങ്കിൽ ദയവായി ഒരു 500 ഇട്ട് തരൂ. ഓക്കെ അപ്പോൾ ശരി, റൂട്ടിൽ കാണാം. ഞാൻ മാസ്ക് ഒന്ന് ധരിക്കട്ടെ. ആരെങ്കിലും മലയാളി ടീംസ് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യേ. ഈ ഏരിയയിലല്ലെങ്കിൽ ഓൾ ഇന്ത്യ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാവോ, നമുക്ക് ജസ്റ്റ് ഒന്ന് കൂടാം. എനിക്കെന്തായാലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ കറങ്ങണം. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് വരാം ഒരു ദിവസം. നാഷണൽ ഹൈവേ ആണ്, നമ്മളിത് അതിർത്തി ഭാഗത്തൂടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവം പറയും, ഇത് തന്നെയാണ് ഇവന്മാരിത് ബോർഡറാണെന്നും പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടേക്കുവാന്ന് തോന്നുന്നു. അയ്യോ അടി ഇടിക്കൂടോ, ഇപ്പം അടി ഇടിക്കൂടോ. ഫുള്ള് പൊടിയാണ്, വൃത്തിയാട്ട പൊടി. ഇത് വഴിയല്ലായിരുന്നു ആവോ. ആടാ ഇവിടെ ഒരു 10 കിലോമീറ്റർ വഴി മോശമാണ് എന്നോട് പറഞ്ഞായിരുന്നു ഒരു പുള്ളി. ഇങ്ങനത്തെ മോശമാണെങ്കിൽ എന്നാ ചെയ്യും, ഇത് മണല. എനിക്ക് കണ്ണാടി വെച്ചേക്കുന്നുള്ള പോലെ തോന്നുന്നത് പൊടി കാരണം. ഉണ്ടോ ചേട്ടനൊക്കെ തകർത്തി അടിച്ച് പോകുന്നുണ്ട്. റോഡ് അതിലുണ്ട് കേട്ടോ, പക്ഷേ റോഡിലേ വലിയ വണ്ടികൾ നിർത്തിയിട്ടേക്കുക. എന്നാൽ പിന്നെ ആ വണ്ടിയൊക്കെ ഈ സൈഡിലോട്ട് നിർത്തിയിടാനായിട്ട് ഈ പോലീസുകാർക്ക് പറഞ്ഞായിരുന്നു. പോലീസുകാരുടെ പണി ചെയ്യുന്നില്ലല്ലോ, ചെയ്യുന്നുണ്ടാവും അവിടെ നിരത്തി പിടിച്ച്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാം. നമ്മളിവിടെ വന്ന് കുടിക്കും, നമുക്ക് ആ റോഡിൽ കൂടെ നല്ല റോഡിൽ കൂടെ പോകായിരുന്നു. പണ്ട് കേരളത്തിൻ്റെ ബോർഡർ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ വാളയാറോ അങ്ങനെയൊക്കെ ഏതൊക്കെയോ സ്ഥലത്ത് 2-3 സ്ഥലത്ത് ഞാൻ എവിടെ വാളയാറല്ല, വാളയാർ ഞാൻ വാളയാറും കണ്ടിട്ടുണ്ട്. ബോർഡറിലുള്ള ഒരു സ്ഥലമാണ് ബീഹാർ, UP ബീഹാർ ബോർഡർ. ഒരു ചെറിയ സിറ്റിയാണ്, വലിയ വണ്ടിയല്ല. ഇതിന് നടുക്കൂടാണ് അതിനകത്തോട്ട് കയറി ചെല്ലുന്നത്. സീനുമില്ലല്ലേ, ഒരു സീനുമില്ലായിരുന്നല്ലേ. ഇവിടെയും ഗുജറാത്തിലും കുപ്പി കിട്ടത്തില്ല, പക്ഷേ ദേശീയ എന്ന് പറഞ്ഞാൽ കിട്ടും. അത്യാവശ്യം വലിയ ടൗണാണേ, എല്ലാ സാധനവും കിട്ടുന്നുണ്ടല്ലോ അവിടെ വഴിയിൽ. ആൾക്കാരെങ്ങനെയാണെന്ന് അറിയത്തില്ല, കമ്പനി അടിച്ച് നോക്കണം. ഹിന്ദിയാണോ ഇവന്മാർ പറയുന്നത്, ഭോജ്പൂരിയാണോ? ഒരു ഭോജ്പൂരി പറയും, ഒന്നും മനസ്സിലാകത്തില്ല. ഇതിനേക്കാളും കൂടുതൽ അമരാതായിരിക്കും പറയാനുണ്ടാവും. ഇന്ത്യക്കാർക്ക് എന്നറിയാം.
നിങ്ങൾക്ക് കണ്ടിട്ട് അറിയോ? ഇല്ലല്ലോ. അതുപോലെ ഇവിടെ ഫുള്ള് ഗോതമ്പാ കേട്ടോ. ഗോതമ്പാ അവിടെ എല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക. ഫുള്ള് ഫാക്ടറി വണ്ടിയെ കൊണ്ടുവന്നത് ഗോതമ്പ് ഇതെല്ലാം കൊയ്ത്ത് കഴിഞ്ഞിട്ടേ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. ബീഹാറിൽ അരിയും കാണും. ഇത് കണ്ടോ, ഈ ഒരു പാലത്തെ വലിയ വണ്ടിക്ക് കയറാൻ പറ്റത്തില്ലേ. മെയിൻ റോഡിലുള്ളൊരു സ്ഥലമാണ്. നൈസാ. വലിയ വണ്ടിക്കാരാ. അപ്പോൾ അവിടെ വന്നിങ്ങനെ നിർത്തിയിട്ടേക്കുക. എന്നിട്ട് ആൾക്കാരെ ഇറക്കുക. അപ്പോൾ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നിട്ട് അപ്പുറത്തുള്ള വണ്ടിയിൽ കയറി അപ്പുറത്തോട്ട് പോകും. നമ്മൾ ഇടയ്ക്കൊരു ചായ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് മസാല പെട്ടിക്കകത്തുണ്ട്. ചായ, കട്ടൻ ചായ. സെൻസാറാണോ തന്നെ? ഈ മധുരം തീരെ പറ്റുള്ളൂ. എപ്പോഴും എൻ്റെ അടുത്ത് മധുരം ഇങ്ങനെ കാണിക്കും, ചോദിക്കും. എനിക്ക് മധുരം ഇഷ്ടമാണ്. ഇഷ്ടമാണ്, കഴിക്കാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പക്ഷേ ചായക്കൊന്നും അത്രയും അങ്ങനെ ഇടത്തില്ല. എനിക്ക് ഇഷ്ടമാണ് സാധനം. കടല മേടിച്ചായിരുന്നു. കടലക്കകത്ത് ഒരു പാക്കറ്റ് ഉപ്പുപൊടി. വേറെ തന്നെ ഉള്ള ഇതൊക്കെ ഈ പൊടിയാണല്ലോ. മതി മതി. അല്ലെങ്കിലോ നോക്കട്ടെ, തിന്നു നോക്കാം. ഉപ്പാ അതെല്ലാം. ഇതല്ലേ എന്താ ഉപ്പല്ലേ? എന്താണ് നീ മണപ്പ്? അത് കിട്ടോ. പച്ചമുളകും കവറ് നൈസാട്ടോ. आग्रह है कि कल ही कांग्रेस सुरेश प्रसाद जी के पूरे तिथि उनके पैतृक गांव में मनाई जा रही है। भारतीय कम्युनिस्ट पार्टी के राज्य सचिव कांग्रेस रामनिवास पांडे जी और उनके माध्यमिक शिक्षक संघ के अध्यक्ष कांग्रेस केदार पांडे जी आ रहे हैं। आपके ही बगल ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ പെട്രോൾ പമ്പ്. ബീഹാറിലെ ആദ്യത്തെ പെട്രോൾ പമ്പ്. സാധനം സെറ്റാ. ടെൻറ്റ് സെറ്റായിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വെക്കണം. പൊട്ടിയിട്ടില്ല. നീ ആദ്യം അതാണ്. പുസ്തകങ്ങളുടെ സ്ഥലം